ഒരു മറൈൻ മരണപ്പെടുന്നു. തുടർന്ന് 2 സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ലേസിയും അതുപോലെ കെയർലെസ്സും ആയിട്ടുള്ള ലോയർ വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഒരു മൂവി റെക്കമെൻഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1992 റിലീസായിട്ടുള്ള ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് റോബ് റെയ്നർ ആണ്. സിനിമയുടെ പേര് എ ഫ്യൂ ഗുഡ് മെൻ. ടോം ക്രൂസ്, ജാക്ക് നിക്കോൾസൺ, ഡെമി മോർ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ടുള്ള റോള് ചെയ്തിരിക്കുന്നത്. ടോം ക്രൂസിന്റെ ഒരു കിഡിലൻ സിനിമയാണിത്. ഒരു കിഡിലൻ കോർട്ട് റൂം ഡ്രാമ ആണിത്. സോ ടോം ക്രൂസിന്റെ ആക്ഷൻ മൂവീസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ഇതൊരു ഡിഫറെന്റ് അനുഭവമായിരിക്കും. ടോം ക്രൂസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വളരെ ലേസിയും അതുപോലെ വളരെ കെയർലെസ് ഒക്കെ ആയിട്ടുള്ള ലോയറാണ്. പക്ഷേ ഈ ഒരു സിനിമ പ്രോഗ്രസ് ആകുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിന് നല്ല രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ടോം ക്രൂസ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്, എസ്പെഷ്യലി ഈ സിനിമയിലെ കോർട്ട് റൂം സീൻസിലൊക്കെ പുള്ളി ഗംഭീരമായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഡയലോഗ്സ്, അതുപോലെ എക്സ്പ്രഷൻ, ആ ക്യാരക്ടറിന്റെ ഒരു കോൺഫിഡൻസ് എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ പുള്ളി ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജാക്ക് നിക്കോൾസന്റെ ഒരു ഗംഭീര പ്രകടനം നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാം. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, യു കാൻറ്റ് ഹാൻഡിൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ഡയലോഗ്. ആ ഒരു ഡയലോഗ് ഈ ഒരു സിനിമയിലെയാണ്. സോ ഹോളിവുഡ് മൂവീസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെക്കമെൻഡേഷൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കോർട്ട് റൂം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കണം. ഗംഭീര സിനിമയാണ്. ഈ ഒരു സിനിമയുടെ അതിൻ്റെ ആ ഒരു പതിയെ തുടങ്ങി ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് പതിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് അതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇതിന്റെ ക്ലൈമാക്സിലെ അവസാനത്തെ ആ ഒരു സിനിമയുടെ ഒരു 30 മിനിറ്റ് ഒക്കെ ഗംഭീരമായിരുന്നു. പ്യുവർ ഗൂസ് ബോംസ് തന്നെ പറയാം. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ